ഇനിയിപ്പോൾ നമ്മൾ പോകുന്നത് കോയമ്പത്തൂരിലേക്കാണ്. അവിടെ ഈ ജനവാസ മേഖലയിൽ കാട്ടാന ഇറങ്ങിയിട്ടുണ്ട്. തളിയൂരിലെ വീടുകളിൽ കയറിയ കാട്ടാനകൾ അരിയും തേങ്ങയും ഒക്കെ ഭക്ഷിച്ചു. തുടർന്ന് വീടിന്റെ പിൻവാതിൽ തകർത്ത കാട്ടാന സാധന സാമഗ്രികളും ഒരു ബൈക്കും നശിപ്പിച്ചിട്ടുണ്ട്. വിനയ് ഉണ്ണിച്ചേരുന്നു നമുക്കിപ്പം. വിനയ്, ഈ കാട്ടാനകൾ നാട്ടിലിറങ്ങുന്ന സംഭവങ്ങൾ അതിങ്ങനെ വർദ്ധിച്ചു വരികയാണല്ലോ. ഓരോ ദിവസവും ഇതുപോലെ ഓരോ പ്രദേശങ്ങളിൽ നിന്നും കാട്ടാനകളൊക്കെ നാട്ടിലേക്ക് ഇറങ്ങി ഇത്തരത്തിൽ നമ്മുടെ ഈ അരിയും തേങ്ങയും ഒക്കെ ഭക്ഷിക്കുന്ന സംഭവങ്ങൾ ഉണ്ടാകുന്നുണ്ടല്ലോ. ഒപ്പം തന്നെ നമ്മുടെ ഈ ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാണ് ആ വീട്ടിലൊക്കെ വലിയ രീതിയിലുള്ള നാശനഷ്ടമൊക്കെയാണ് സംഭവിച്ചിരിക്കുന്നത് അല്ലേ? നമുക്ക് പറയാനുള്ളത് ഈ അരിക്കൊമ്പൻ സീസൺ ആയിരുന്നു ഒരു കാലഘട്ടത്തിൽ. നമ്മൾ അയ്യപ്പനും കോശിയും പറയുന്ന പോലെ അയ്യപ്പനും കോശിയും സീസൺ കഴിഞ്ഞു, അത് കഴിഞ്ഞ് അടുത്ത സീസൺ ആരംഭിക്കുന്നൊക്കെ സിനിമയിൽ പറയുന്നുണ്ട്. അതുപോലെയാണ് ഇടുക്കി അരിക്കൊമ്പൻ്റെ സീസൺ ഉണ്ടായിരുന്നത്. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ പടയപ്പട സീസണാണ്. കോയമ്പത്തൂർ സ്ഥിതി മറിച്ചാണ്. അവിടെ ഇങ്ങനെ സീസണുകളുടെ പെരുമഴയാണ്. ഒരു ആന കഴിഞ്ഞു, രണ്ടാന കഴിഞ്ഞു. ഈ കഴിഞ്ഞ വർഷം എത്രയോ കാട്ടാനകളാണ് കോയമ്പത്തൂരിലും പരിസര പ്രദേശങ്ങളിലുമായിട്ട് ഇറങ്ങി നാശനഷ്ടങ്ങൾ വരുത്തിയത്. ഇപ്പോൾ ഇന്ന് ഉണ്ടായിരിക്കുന്നത് ഇന്ന് പുലർച്ചെ 1:30 കൂടിയാണ് കോയമ്പത്തൂരിലുള്ള തളിയൂർ മേഖലയിൽ കാട്ടാന ഇറങ്ങി ഇത്തരത്തിൽ നാശനഷ്ടങ്ങൾ വരുത്തിയത്. പുലർച്ചെ 1:30 കൂടി ഒരു പിടിയാനയും അതിൻ്റെ കുട്ടിയാനയുമാണ് തളിയൂരിലെ ജനവാസ മേഖലയിൽ ഇറങ്ങിയത്. തുടർന്ന് അത് വീട്ടുവളപ്പിലേക്ക് പ്രവേശിക്കുകയും പിന്നീട് പിൻവശത്തെ വാതിൽ തകർത്തുകൊണ്ട് അതിനകത്തുണ്ടായിരുന്ന അരിയും തേങ്ങയും എല്ലാം ഭക്ഷിക്കുകയും ചെയ്തു. ഇതിന് പുറമെ അവിടെ ഉണ്ടായിരുന്ന സകല സാധനങ്ങളും നശിപ്പിച്ചാണ് കാട്ടാനകൾ മടങ്ങിയത്. അവിടെ പാർക്ക് ചെയ്തിരുന്ന ഒരു ഇരുചക്ര വാഹനം പൂർണ്ണമായും മറ്റു ചില വാഹനങ്ങൾ കുറച്ച് കേടുപാടുകളൊക്കെ വരുത്തിയിട്ടുണ്ട്. എന്തായാലും വീട്ടുകാർ ഉറങ്ങിക്കിടക്കുമ്പോഴായിരുന്നു ഈ സംഭവം. ആദ്യം ഈ പിൻവശത്തെ വാതിൽ തള്ളി തുറക്കുന്നത് കേട്ട് കള്ളന്മാരാണെന്നാണ് വീട്ടുകാർ ആദ്യം വിചാരിച്ചത്. എന്നിട്ട് പിന്നീട് ജനൽ തുറന്ന് നോക്കിയപ്പോഴാണ് ഇത്തരത്തിൽ കാട്ടാന ഒരു പിടിയാനയും കുട്ടിയാനയും ഈ പ്രദേശത്ത് കറങ്ങി നടക്കുന്നത് അയാൾ ശ്രദ്ധയിൽപ്പെട്ടത്. പിന്നീട് വനപാലകരെ വിളിച്ചു. നാട്ടുകാരെല്ലാം ഓടിക്കൂടി കാട്ടാനകളെ തുരത്തി. അപ്പോഴേക്കും വീടിന്റെ ഒരു പിൻവശം ഏതാണ്ടൊക്കെ പൂർണ്ണമായും കാട്ടാന തകർത്തു. ഒരു ബൈക്കും പൂർണ്ണമായി നശിപ്പിച്ചു. എന്തായാലും കാട്ടാനകളുടെ ഈ സീസൺ, അതായത് നേരത്തെ പറഞ്ഞപ്പോൾ തന്നെ അക്രമ പരമ്പരകൾ വീണ്ടും ആവർത്തിക്കുകയാണ്. ജനം അല്ലെങ്കിൽ കാട്ടാനകൾ നാട്ടിലേക്കും അല്ലെങ്കിൽ നമ്മൾ മനുഷ്യർ കാട് കയറിയതാണോ എന്നുള്ള ഒരു ചോദ്യമാണ് ബാക്കി നിൽക്കുന്നുണ്ട്. പക്ഷെ എല്ലാത്തിനും ഉപരി മനുഷ്യന്റെ ജീവനാണ്. അതുകൊണ്ട് തന്നെ സർക്കാർ കൃത്യമായ നടപടികൾ, വനം വകുപ്പ് കൃത്യമായ നടപടികൾ ഈ വിഷയത്തിൽ എടുത്താൽ മാത്രമേ ജനങ്ങളുടെ ജീവിതം, സ്വൈര ജീവിതം സാധ്യമാകുകയുള്ളൂ. സേതു.